ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞ ദിവസം ലാലേട്ടൻ പോയതിനു ശേഷം കുറേ പൊട്ടിത്തെറികളൊക്കെ ലാലേട്ടൻ വരുമ്പോൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചവരൊക്കെ ഉണ്ട്. പക്ഷെ പൊട്ടിത്തെറിയൊന്നും ഇല്ലാതെ തന്നെ ഷാനവാസിൻ്റെയും നിവിൻ്റെയും പ്രശ്നം സോൾവ് ചെയ്തു ലാലേട്ടൻ. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഷാനവാസിനും നിവിനുമാണ്. എന്നാൽ ഇവരുടെ സന്തോഷത്തിൽ അധികം ഒരു സന്തോഷമില്ലാതെ ഈ പ്രശ്നം ഇങ്ങനെയല്ലായിരുന്നു, കുറച്ചും കൂടി ഊതി പെരുപ്പിക്കണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് കേട്ടോ അക്ബറും ഒനിലും അഭിലാഷും എത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി അവർക്ക് അങ്ങോട്ട് തീരെ ഉറക്കം വന്നിട്ടില്ല. നമുക്ക് വീഡിയോയിലൊക്കെ പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് മറക്കാതെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ. ഇന്നലെ എപ്പിസോഡ് കഴിഞ്ഞ് ലാലേട്ടൻ പോയതിനു ശേഷം വീട്ടിലുള്ള ചർച്ചയാണ് അക്ബറും ഒനിലും അഭിലാഷും കൂടി. ഇവർ പറയുന്നത് ആ ഒരു വിഷയം ഇങ്ങനെയല്ലായിരുന്നു ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത്, കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പറയണമായിരുന്നു, എനിക്കത് ഭയങ്കര വിഷമമായെന്ന് അക്ബർ പറയാണ്. അപ്പോൾ ഒനിലും പറയുന്നുണ്ട് അത് ശരിയാണ്, ഇങ്ങനെയല്ല, അവൻ ഇത്രയൊക്കെ സങ്കടം ഉണ്ടായിട്ട് അത് ഇങ്ങനെയല്ലായിരുന്നു സോൾവ് ചെയ്യേണ്ടിയിരുന്നത്. ലാലേട്ടൻ ചെയ്യുന്നത് വളരെ മാന്യമായിട്ട് തന്നെ ലാലേട്ടൻ ചെയ്തു. അതെല്ലാം പ്രേക്ഷകരും എന്തിനാ ഷാനവാസ് വരെ പറഞ്ഞു നന്നായി ലാലേട്ടൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്തത്, അത് ലാലേട്ടനെ പറ്റുള്ളൂ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്, ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തു. പക്ഷെ അക്ബറും ഓനിലും അഭിലാഷും പറയുന്നത് ഇങ്ങനെ അല്ലായിരുന്നു ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്നു എന്നാണ് അവരുടെ അഭിപ്രായം. അവർ പറയുന്നത് അവൻ എന്തുമാത്രം വിഷമിച്ചു, നിവിൻ എന്തുമാത്രം വിഷമിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. അവൻ എന്തുമാത്രം വിഷമിച്ചു, അവനോട് ചെയ്തത് അനീതിയല്ലേ എന്നൊക്കെ. ഇവരുടെ മനസ്സിൽ ഒരു ഉത്തരമുണ്ട്, അത് ലാലേട്ടൻ പറയണമായിരുന്നു. ഇവരുടെ മനസ്സിൽ ഷാനവാസ് പറഞ്ഞത് തെറ്റാണ് എന്ന് ലാലേട്ടൻ പറയണമായിരുന്നു. ലാലേട്ടൻ അത് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ സത്യം എന്താണെന്ന് ലാലേട്ടൻ അറിയാവുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ബിഗ് ബോസിന് അറിയാവുന്നതുകൊണ്ടായിരിക്കും ആ ഒരു വിഷയം ഇങ്ങനെ ഹാൻഡിൽ ചെയ്തത്. അല്ലാതെ ലാലേട്ടനെ പോലെയുള്ള ഒരാൾ ഇതെങ്ങനെയാണ് ഇത്തരം ഒരു വിഷയമൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, ഇവർക്കൊന്ന് ചിന്തിച്ചൂടെ? ഇവർ പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഏറ്റവും വലിയൊരു കോമ്പറ്റീറ്ററാണ് ഷാനവാസ്. അപ്പോൾ ഷാനവാസിൻ്റെ ഇമേജ് വലിച്ച് കീറണം എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. പക്ഷേ സത്യം എത്ര മൂടി വെച്ചാലും സത്യമായിട്ട് തന്നെയല്ലേ നിൽക്കുള്ളൂ. പക്ഷേ ആരും വേദനിപ്പിക്കാതെ അല്ലെങ്കിൽ ആരും മോശക്കാരനാക്കാതെ കൊണ്ടുപോകാനാണ് ബിഗ് ബോസ് ആഗ്രഹിച്ചത്. അത് തന്നെയാണ് ബിഗ് ബോസ് നടപ്പിലാക്കിയിരിക്കുന്നത്. അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ അക്ബറും ഒനിലും അഭിലാഷും ഒക്കെ എത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വിഷയം എന്നൊക്കെ പറഞ്ഞ ഒരുപക്ഷെ ഇവരൊക്കെ ആയിരിക്കാം. ഇവരുടെ നടുക്ക് തന്നെ അനുമോളുണ്ട്. പക്ഷെ അനുമോൾ ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ നിൽക്കണം. അനു വിഷയമൊക്കെ മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ 3 പേരും തമ്മിലുള്ള ഭയങ്കര ഡിസ്കഷനാണ് ഇന്നലെ രാത്രി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അപ്പുറത്ത് നിന്ന് ആദിലയും നൂറയും ഷാനവാസും കൂടി സംസാരിക്കുകയാണ്. ചിലർക്കൊന്നും അത്രയ്ക്ക് സന്തോഷമായിട്ടില്ല, അവർക്കൊക്കെ ഭയങ്കര വിഷമമാണായിട്ടുള്ളത് ഈ വിഷയം ഇങ്ങനെ ഹാൻഡിൽ ചെയ്തെന്ന് ഷാനവാസ് പറയുമ്പോൾ അതിൽ പറയുന്നുണ്ട് അത് ശരിയാണ്, അവരുടെ അക്ബറിനാണ് പെട്ടെന്ന്, അക്ബറിൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെ, അക്ബറിന് ഭയങ്കര സങ്കടമായി, ഇങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു എന്നൊക്കെ ആദിലയും നൂറയും ഷാനവാസും കൂടി ഒക്കെ ഇവരെക്കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ ഷാനവാസ് വീണ്ടും അതിലെടുത്ത് നൂറെടുത്തൊക്കെ കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുണ്ട്. ഷാനവാസിന് ഒരു തവണ പണി കിട്ടിയതാണ്, വീണ്ടും അവരുടെ അടുത്തേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ഒരാളെയും തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കാനായിട്ട് മടിയില്ലാത്ത 2 പേരാണ് കേട്ടോ ആദില ആദിലയുടെ കൂടെ നിൽക്കുന്നുണ്ട്, നൂറയും ആദിലയും പലതവണ അവരുടെ കളിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലായിട്ടുള്ള ഒരാളാണ് ഷാനവാസ്. എന്നിട്ടും ഷാനവാസ് ഇവരുടെ കൂടെ ഇവരെ വിശ്വസിച്ച് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. എന്താകും എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. ഒരുപക്ഷെ ഇതൊക്കെ മനസ്സിലാക്കി തന്നെ ആയിരിക്കും ഷാനവാസ് കളിക്കുന്നത്. പിന്നെ ബിഗ് ബോസ് വീടല്ലേ, മറ്റാരും ഇല്ല. അപ്പോൾ ഇവർക്ക് ആരെങ്കിലുമൊക്കെ വേണ്ടേ മനസ്സ് തുറന്ന് പറയാൻ, അത് കഴിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം ഗെയിമിൻ്റെ ഭാഗമായിട്ട് എടുത്തുകൊണ്ടായിരിക്കാം. അങ്ങനെ ഇന്നലത്തെ ലൈവിൽ കുറച്ച് പേർക്ക് സന്തോഷം, കുറച്ച് പേർക്ക് സന്തോഷമില്ലായ്മ, എന്തൊക്കെയാണെങ്കിലും കുറേ നാൾക്ക് ശേഷം സമാധാനമായിട്ട് നിവിൻ കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നലത്തെ ലൈവ് അവസാനിച്ചിരിക്കുന്നത്. ഇന്ന് എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ പേജിലുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ.